ഓക്കെ, ഏകദേശം 7 മണി സമയത്ത് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI ടൈമായിരുന്നു. ആ സമയത്ത് 2 മിനിറ്റ് ക്യാൻഡിൽ, അതായത് ആ ന്യൂസ് വന്ന സമയത്ത് തന്നെ ആ പ്രൈസ് ഏകദേശം ഒരു 100 പിപ്പിൻ്റെ 2 മിനിറ്റ് ക്യാൻഡിലാണ് പ്രിൻ്റ് ചെയ്തത്. എക്സ്ട്രീംലി ബുള്ളിഷ് ആയിരുന്നു. ആ സമയത്ത് ഇവിടെയാണ് എൻ്റെ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റിൻ്റെ ഏരിയ ഞാൻ മാർക്ക് ചെയ്തത്. ലൈൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓൾറെഡി ഇവിടേക്കും നല്ല രീതിയിൽ പുഷായിട്ടുണ്ട്. ആ സമയത്ത് ഈ ഏരിയയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂസ് ആയ കാരണം ഞാൻ ന്യൂസിന് മുന്നുണ്ടാക്കിയ ലോ ഓൾറെഡി, അതായത് ഈ ലോ ടേക്ക് ഔട്ട് ചെയ്യേണ്ടത് ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലോ പിന്നെ എനിക്കറിയാം, ഈ ലോ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും മേലിലേക്ക് പോവാം, അതുപോലെ തന്നെ ഈ വിക്ക് ഫില്ല് ചെയ്യും എന്നുള്ള ഒരു ഒന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ വെയിറ്റ് ചെയ്തു, പ്രൈസ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പ്രൈസ് ഈ ഏരിയ റെസ്പെക്റ്റ് ചെയ്യാണ്ട് ബ്രേക്ക് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ പ്രൈസ് ഓൾറെഡി ഈ ഏരിയയിൽ നിന്ന് റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മേലിലേക്ക് പുഷ് ചെയ്തു. പിന്നെ ഈ ലൈൻ ചാർട്ടിൽ ഈ ഏരിയയാണ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ബുള്ളിഷ് ആവുമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഏരിയയുടെ മേലിൽ പ്രൈസ് മേലിൽ ക്ലോസ് കിട്ടിയ സമയത്ത് ഞാനെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 12, എൻ്റെ എൻട്രി കിട്ടിയത് എനിക്ക് 12.26, 12.86 ഈ ഏരിയയിലാണ് എനിക്ക് പ്രൈസ് നിന്ന് എൻട്രി കിട്ടിയത്. സ്റ്റോപ്പ് ലോസ് ഞാൻ എൻ്റെ $3 സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഏകദേശം ഈ ഏരിയയുടെ അടുത്തേക്ക് വരും, ഈ ഏരിയയുടെ അടുത്തേക്ക് വരും. $3 എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചത്. ഓക്കെ, പ്രൈസ് ഓൾറെഡി മെയിലിൽ കിട്ടിയ വശം തന്നെ ഒരു റിജക്ഷൻ ആയിട്ടുള്ളൊരു ക്യാൻഡിൽ വന്നു. ഈ ക്യാൻഡിൽ വന്നപ്പോൾ എനിക്ക് മുന്നേ തന്നെ എൻട്രി ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റോപ്പ് ലോസ് ചെക്ക് ഓൺ ചെയ്തു, കാരണം ന്യൂസിൻ്റെ സമയത്ത് അധികം റിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. $3 എൻ്റെ ഞാൻ എല്ലാ ട്രേഡിലും SL ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ന്യൂസ് ആയാലും ഞാൻ ഫുൾ SL ഞാൻ വെച്ചു. അതിനുശേഷം പ്രൈസ് എന്താണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയുടെ, പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ ഏരിയയുടെ അടിയിലേക്ക് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസ് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡ് ക്ലോസ് ആകുമെന്നുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റാണ് ഞാൻ വെച്ചിരുന്നത്. കാരണം ഈ ലൈൻ ചാർട്ടിൻ്റെ ഈ ബ്രേക്ക് ചെയ്യുന്ന ഏരിയ റെസ്പെക്റ്റ് ചെയ്യണത് വളരെ അത്യാവശ്യമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഏരിയയുടെ അടിയിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് അടിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഞാൻ ആ ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്ത് 0.5 ആണ് ഞാൻ എൻട്രി ചെയ്തത്. $500 അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ 0.5, ഞാനൊരു $15 റിസ്ക് ചെയ്യുന്നത്, 3%. അപ്പോൾ ഈ സാധനം വീണ്ടും പ്രൈസ് ഏകദേശം ഒരു 20 പിപ്പ് പുഷ് ചെയ്ത സമയത്ത് ഞാൻ ഒരു പാർഷ്യൽ എടുത്തു, ഒരു $4 പാർഷ്യൽ എടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ എൻട്രി ഏകദേശം ഈ ഭാഗത്തല്ലേ, ഞാൻ അത് ബ്രേക്ക് ഓൺ ചെയ്തു. ഞാൻ പിന്നെ ഈ ഏരിയയിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യം ഇല്ല. ഈ പ്രൈസ് വീണ്ടും ഈ ഏരിയയിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഞാൻ ലൈൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഈ ഏരിയ റെസ്പെക്ട് ചെയ്ത് മേലിലേക്ക് പോകണം. പക്ഷേ ന്യൂസിൻ്റെ സമയമായ കാരണം പിന്നെ വീണ്ടും ഈ റീട്രേസ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാനിത് ചെറിയൊരു പാർഷ്യൽ ബുക്ക് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഓൺ ചെയ്തു. 20 പിപ്സ് ആയി. ഞാൻ ഓൾമോസ്റ്റ് 20 പിപ്സിലാണ് ട്രേഡുകളൊക്കെ സെക്യൂർ ചെയ്ത് തുടങ്ങാറുണ്ട്. പക്ഷേ ഇത് ന്യൂസ് ആയ കാരണം ഞാൻ ഈ വിക്ക് ഫില്ല് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഫുൾ TP ഞാൻ ഈ ഏരിയയാണ് വെച്ചത്. പക്ഷേ പ്രൈസ് ഏകദേശം എൻ്റെ എൻട്രിയിൽ നിന്ന് ഒരു 30-35 പിപ്പ് പുഷ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് എൻ്റെ ബ്രേക്ക് ഓൺ അടിച്ചു. പിന്നെ ഈ ഏരിയ എനിക്കറിയാം, ഈ ഏരിയ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും മേലിലേക്ക് പോയി ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രൈസ് താഴോട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ഇതാണ് CPIയുടെ അടുത്ത ട്രേഡ്. $4 സെക്യൂർ ചെയ്തത്. പിന്നെ ഓവർ ട്രേഡിങ് ഞാൻ വളരെ കുറച്ച് ട്രേഡ്സ് എടുക്കാറുള്ളൂ. 1-2 ട്രേഡ്സാണ് മാക്സിമം പിന്നെ എടുക്കാറ്. 2 ട്രേഡ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അടുത്ത വേറെ ട്രേഡിന് വേണ്ടി നോക്കാറില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ $4 സെക്യൂർ ചെയ്തു, ചാർട്ട് ക്ലോസ് ചെയ്തു. യെസ്, ഡൺ. അപ്പോൾ ഇതാണ് CPIക്ക് എടുത്ത $4 ട്രേഡ്.